ഒരു വേള വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ചയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം വീണ്ടും സജീവമാകുന്നു. ഏറ്റവും കൂടുതൽ ശത്രുത പുലർത്തിയിരുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വീണ്ടും മാങ്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നു, ഒരു പൊതുവേദി പങ്കിടുന്നു. ഏതായാലും കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടം ഇനി എവിടെ മത്സരിക്കും? മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുമോ? അഥവാ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് എവിടെയായിരിക്കും? പാലക്കാട് തന്നെ കൊടുക്കുമോ? എന്ത് തോന്നുന്നു സർ? മാങ്കൂട്ടം വിഷയത്തിൽ ഇനി എതിർപ്പ് അവശേഷിക്കുന്നത് ആരെല്ലാം അവശേഷിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ മാത്രമായിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഒരു നിലപാട് എടുത്തതുകൊണ്ടാണ്. ശിവൻകുട്ടിയുടെ കൂട്ട് തള്ളിപ്പറയാൻ പറ്റിയല്ലോ. നിലപാടിനെ തള്ളിപ്പറയാത്തുള്ള ആളായതുകൊണ്ട് വീണ്ടും സതീശൻ കുറച്ചുകൂടെ അഭിപ്രായം പറഞ്ഞേക്കാം. എന്നാൽ പോലും മാങ്കൂട്ടം ഇന്ന് അഗ്നിശുദ്ധി വരുത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അഗ്നി കിടന്നു വന്നവനാണ്, അഗ്നി നാളങ്ങൾ കിടന്നു വന്നവനാണ്. ശുദ്ധി ചെയ്യാൻ നമ്മൾ പറയുന്നില്ല, നമുക്ക് പറയാനുള്ള അവകാശം. കേട്ട അപവാദ കഥകൾക്കിടയിലൂടെ പിണറായി വിജയൻ വാളിൻ്റെ മുമ്പിൽ കൂടെ പോയി എന്ന് പറഞ്ഞ പോലെ ഇത്തരം അപവാദ കഥകൾ കൂടെ നടന്ന് യാതൊരു പവറിൽ വെക്കാതെ അക്കരെ വന്നയാളാണ് രാഹുൽ മാങ്കൂട്ടം. അത് ശരിവെച്ചിരിക്കുന്ന മറ്റാരുമല്ല, BJPയുടെ തന്നെ പാലക്കാട്ടെ മേയറാണ് ശരിവെച്ചിരിക്കുന്നത്. ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ചെയർപേഴ്സണാണ് ശരിവെച്ചിരിക്കുന്നത്. അപ്പോൾ ചെയർപേഴ്സൺ ഇത് ശരിവെക്കുമ്പോൾ ഒന്നുണ്ട്, ഏറ്റവും ശക്തമായിട്ട് ഒരുപക്ഷെ CPM-നേക്കാൾ വാശിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എതിർത്തത് ഇവിടുത്തെ പഴയ രാഹുൽ മാങ്കൂട്ടത്തിനോട് തോറ്റ സ്ഥാനാർത്ഥി എടുത്തു പറയണം. തോറ്റ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറും അനുയായികളുമായിരുന്നു. തീർച്ചയായിട്ടും. അവിടെ BJPയുടെ വനിതാ സഖാക്കൾ, വനിതാ പ്രവർത്തകർ എത്ര ഭയങ്കരമായിട്ടാണ് മ്ലേച്ഛമായിട്ട് കോഴിയെ തൂക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം കോഴിയാണ് ചാറ്റർജി എന്നുള്ള പേരുമൊക്കെ ഇട്ട് കൊണ്ടു നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇതാരുടെ അങ്ങനെ ഒരു കോഴിയെ കൊണ്ട് നടക്കണമെങ്കിൽ ഒരു മാങ്കൂട്ടം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത് കൃഷ്ണകുമാർ തന്നെയുണ്ട്, ആരോപണ വിധേയനായ കൃഷ്ണകുമാർ. അത് വെറുതെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ സ്വന്തം ഭാര്യയുടെ അനിയത്തിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നുള്ള ആരോപണം നിലനിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇതിൻ്റെ പേരിൽ അങ്ങ് കുറിച്ചേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇമേജ് ഡൗൺ ആയ അടുത്ത പ്രാവശ്യമെങ്കിലും ഇലക്ഷൻ എനിക്ക് ജയിക്കാം എന്നൊരു മോഹം. കാര്യം പാലക്കാട് മത്സരിക്കുള്ളൂ, എന്നും അദ്ദേഹം മാത്രമേ മത്സരിക്കൂ. ആ സ്വാർത്ഥത. പാലക്കാട് മത്സരിക്കുമ്പോൾ കാശ് കിട്ടിയില്ലേ, ഒന്നീ പാർട്ടിയുടെ കാശ് കിട്ടും, പിരിച്ച് കാശുണ്ടാക്കാം. പഴയ അവിടുത്തെ വലിയ നേതാവായിരുന്നു, പല ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇലക്ഷൻ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷികളിൽ BJPയിലും കോൺഗ്രസിലും ഭാര്യ രാഷ്ട്രീയത്തിലുണ്ട്. അപ്പോൾ ഈ കൃഷ്ണകുമാറിൻ്റെ ഒരു താല്പര്യം ആണ് വ്യക്തിപരമായി രാഹുലിനെ ടാർഗറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇനി ഇതൊരു ഇഷ്യൂ ആണെങ്കിൽ, വനിതാ പ്രവർത്തകരോടുള്ള പെരുമാറ്റ ദൂഷ്യം ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ ഏതെല്ലാം പാർട്ടിയിൽ ആരെയൊക്കെ ശിക്ഷിക്കേണ്ടി വരും, ആരെയൊക്കെ മാറ്റി നിർത്തേണ്ടി വരും. നിങ്ങൾക്ക് പി ശശിയെ കാണാതെ CM-ൻ്റെ ഓഫീസിലേക്ക് പോകാൻ പറ്റുമോ? തോമസ് ഐസക്കിന് കൈ ഉയർത്തി ഞാൻ പരിശുദ്ധനാണെന്ന് പറയാൻ പറ്റുമോ? അവിടെയുണ്ട് മൂന്നാറിലേക്ക് ടൂർ വിളിച്ചാരാ. സാർ, അപ്പോൾ മാങ്കൂട്ടത്തിനെ വീണ്ടും പാലക്കാട് കോൺഗ്രസ് മത്സരിപ്പിക്കുമോ? മാങ്കൂട്ടത്തിനെ പാലക്കാട് കോൺഗ്രസ് മത്സരിപ്പിക്കുമെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കാതെ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മാങ്കൂട്ടം ഒരു കരുണാകരൻ സ്റ്റൈലി പിന്തുടരുന്ന ആളല്ല, ഇപ്പോൾ ഫലത്തിൽ ഒരു കരുണാകരൻ്റെ സ്റ്റൈലി പിന്തുടരുന്ന ആളാണ് മാങ്കൂട്ടം. ഞാൻ പറയാനുള്ള കാരണം, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കോൺട്രവേഴ്സീസ് ഉണ്ടാകുമ്പോൾ അവിടെ തളർന്നു വീഴാതെ തല ഉയർത്തി വീണ്ടും മുമ്പോട്ട് നടന്നു നീങ്ങുന്ന കരുണാകരനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. മറ്റു പലരും ഇപ്പോൾ PT ചാക്കോ രാജിവെച്ച് പുറത്തുപോയി, പിന്നെ തിരിച്ചു വരാൻ പറ്റിയില്ല. ഇതുപോലൊരു കേസുണ്ടായിട്ട് കേരള കോൺഗ്രസിൻ്റെ. അപ്പോൾ കരുണാകരന് എന്തെല്ലാം ആരോപണങ്ങൾ വരുമ്പോൾ, അഴിമതിയാണെങ്കിലും ഇതുപോലുള്ള ആരോപണങ്ങളാണെങ്കിലും ധൈര്യമായിട്ട് പിടിച്ചു നിന്നിട്ടുണ്ട്. ആ കരുണാകരൻ്റെ മാതൃകയാണ് ആര് പിന്തുടരുന്നത്? രാഹുൽ പിന്തുടരുന്നത്. അപ്പോൾ ആ പിന്തുടർച്ച രാഹുലിന് ഇരട്ടി ക്രെഡിറ്റ് കൊടുക്കും. രാഹുലിനെ പാലക്കാട് നിർത്തേണ്ടി വരുന്നത് കരുണാകരൻ അത്രയും ശക്തനായിരുന്നില്ലേ കോൺഗ്രസ്സിൽ? അല്ല, കരുണാകരൻ ശക്തനായിരുന്നു, പക്ഷേ രാഹുലിന് ശക്തി ആർജിക്കുക തുടക്കം വിചാരിച്ച രാഹുലിന് ക്രമത്തിൽ ഇന്നലത്തെ രാഹുൽ ഇലക്ഷന് ജയിച്ച MLA ആയ രാഹുലിനേക്കാൾ ശക്തനാണ് ഇന്ന് രാഹുൽ. അത് മറക്കരുത്. തീർച്ചയായിട്ടും. കോൺഗ്രസിൽ നിന്ന് MLA സ്ഥാനം സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ, പാർലമെൻ്ററി പാർട്ടി അംഗത്വം നഷ്ടപ്പെട്ട രാഹുൽ ഇന്ന് പഴയ MLA ആയിട്ട് കേവലം ഒരു MLA അല്ല രാഹുൽ. ചില ഇഷ്യൂസിൻ്റെ വ്യക്താവാണ് രാഹുൽ. ആ ഇഷ്യൂസിനോട് യോജിച്ച് നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടറിയാം, യൂട്യൂബ് പോസ്റ്റുകൾ കണ്ടറിയാം. രാഹുലിനെ മിനിമം രാഹുൽ കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവർ പോലും ആ കൂട്ടത്തിൽ ഒരു വാചകം പറയുന്നുണ്ട്. രാഹുലിനെ മാത്രമായിട്ട് എങ്ങനെ കുറിക്കും? അതാണ് ചോദ്യം. നമ്മുടെ കേരള മനസാക്ഷിയുടെ മുമ്പിലുള്ള ചോദ്യം,
ഈ ഇത്തരം വിഷയങ്ങളിൽ രാഹുലിനെ പോലൊരു ചെറുപ്പക്കാരനെ മാത്രമായിട്ട് MLA ആയിട്ടേ ഉള്ളൂ എങ്ങനെ കുഷിക്കും, അതിന് ഉത്തരം പറയാൻ ആർക്കും പറ്റിയിട്ടില്ല. വേറെ ഒത്തിരി പേരുടെ പേരുണ്ടല്ലോ, നമുക്ക് ഇടത്ത് എല്ലാ പക്ഷത്തുള്ള ആൾക്കാരുടെ പേര് നമുക്കറിയാം. എങ്ങനെ കുഷിക്കും, ആ ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. പിന്നെ പാലക്കാട് രാഹുലിനെ മത്സരിപ്പിക്കുന്നതിൻ്റെ കാര്യം, വീണ്ടും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ചിലപ്പോൾ നിർബന്ധിതമാകും. രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ മറ്റൊരാളായിട്ട് പരീക്ഷിച്ചാൽ ചിലപ്പോൾ പാലക്കാട് സീറ്റ് അത്ര ഉറപ്പുള്ള സീറ്റല്ല, അത് പൊരുതി നേടിയ സീറ്റാണ്. തീർച്ചയായിട്ടും ആ സീറ്റ് എളുപ്പത്തിൽ കളയാൻ പറ്റില്ല. രാഹുലിന് കുറേ കൂടെ സേഫ് അടൂരായിരിക്കും. തീർച്ചയായിട്ടും സ്വന്തം നാട്ടിൽ വന്ന് രാഹുൽ മത്സരിക്കും. പാലക്കാട് കഴിഞ്ഞ അദ്ദേഹത്തിന് അടൂരേക്കൊന്നും അല്ല, രാഹുലിന് വേണമെങ്കിൽ, രാഹുലിനെ സേഫായൊരു സീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് മാറും? അടൂർക്ക് വേണം മാറ്റാം. പക്ഷേ അതിനേക്കാൾ രാഹുൽ ഇഷ്ടപ്പെടുന്നത് പോരാടി ജയിക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. കോൺഗ്രസിന് നല്ലത് തന്നെയായിരിക്കും. പാലക്കാടിൻ്റെ കെട്ടുറപ്പ് രാഹുലും ബലറാം തുടങ്ങിയ കോമ്പിനേഷൻ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര വ്യത്യാസം വരും. എത്ര പേരുണ്ട് അവിടെ? തീർച്ചയായിട്ടും. അപ്പോൾ ഇവർ സംഘടിച്ച് നിൽക്കണമെങ്കിൽ രാഹുൽ അവിടെ വേണം, ബലറാം, ശ്രീകണ്ഠൻ, രാഹുൽ അവിടെ വേണം. അപ്പോൾ ഈ രാഹുലിനെ അവിടുന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ സംഘടനാപരമായി കോൺഗ്രസിനെ ക്ഷീണം ചെയ്യും. അത് രാഹുലിനെ അവിടുന്ന് മാറ്റിയ ഉടനെ ഇവർ പറയും, രാഹുൽ പീഡകനായിരുന്നു, പേടിച്ച് മാറ്റി, രാഹുൽ പീഡകനാണെന്ന് കോൺഗ്രസ് തന്നെ. അപ്പം അങ്ങനത്തെ ഒരു ആരോപണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകും. കാരണം രാഹുലിന് ഒരു കേസ് ഇതുവരെ വന്നിട്ടില്ല, അതെ, ഒരു പോലീസ് കേസും ചാർജ് ചെയ്തിട്ടില്ല. അതെ, 2-3 പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. അപ്പോൾ രാഹുലിനെ മാറ്റാൻ അവിടെ പറ്റില്ല. അടൂർ പക്ഷേ സേഫാക്കാൻ പറ്റും. രാഹുൽ പോയാൽ അടൂർ രാഹുൽ ഇല്ലെങ്കിലും ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ചിലപ്പോൾ രാഹുലിൻ്റെ എഫക്റ്റ് അടൂരും വന്നേക്കാം. തീർച്ചയായിട്ടും. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരു ഐക്കണായിട്ട് നിൽക്കാൻ പറ്റില്ല ചിലപ്പോൾ രാഹുൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ. ഇനിയിപ്പം ഇത്രയും മാസം ഉണ്ടല്ലോ, മാർച്ച് വരെ സമയം കിടക്കുക, അതിനിടയ്ക്ക് ഈ വിഷയങ്ങളൊക്കെ അങ്ങ് തീരുക തന്നെ ചെയ്യും. ഇപ്പം തന്നെ ഐക്കണായി. ഇപ്പം ചെറുപ്പക്കാരുടെ ഇടയിൽ രാഹുൽ സ്വീകാരനായി. തീർച്ചയായിട്ടും. ആര് രാഹുലിന് പൂച്ചക്കാരൻ ആരുണ്ട് രാഹുലിന് മണി കെട്ടാൻ പറ്റുന്നത്? കൃഷ്ണകുമാറിന് പോകാൻ പറ്റുമോ? BJP-ന്ന് MP രാജേഷിന് പോകാൻ പറ്റുമോ? ആർക്ക് പാലക്കാട്ട് ആരുണ്ട് രാഹുലിന് മണി കെട്ടാൻ? MP രാജേഷൊക്കെ തീർന്നു സാർ. അല്ല, MP രാജേഷ് തീർന്നല്ല, മാറ്റ് തീർന്നു. അല്ല, ഡിസ്റ്റിലറി മാത്രം മതിയല്ലോ. ഡിസ്റ്റിലറി മാത്രം. പിന്നെ മറ്റേ ഒരു മാറ്റം MP രാജേഷിനൊക്കെ ഉണ്ടാകുന്ന ആരും കരുതിയതല്ല. വാളയാർ പെൺകുട്ടികളുടെ കേസ്, എന്തെല്ലാം കേസുകൾ വരും. ഇരട്ടി ശക്തിയോടെ വരും. തീർച്ചയായിട്ടും. 9 വർഷം കൊണ്ട് ഈ CPM-നുണ്ടായ അപജയത്തിൽ ഏറ്റവും കൂടുതൽ അതിന്റെ അത് കാണുന്ന പാലക്കാടൊക്കെയാണ്. പാലക്കാട് ചുവന്ന കോട്ടയൊക്കെ തീർന്നു. ചെങ്കോട്ട എന്നുള്ള പാലക്കാട് EMS വരെ ഒന്ന് മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്. എന്തിന് ഈ പാലക്കാട് ഇപ്പോൾ രാഹുൽ ജയിച്ച സ്ഥലത്ത് പോലും CPM ജയിച്ചിരുന്ന സ്ഥലമാണ്. പാലക്കാടൊക്കെ ശിവദാസമേനോൻ ഉണ്ടായിരുന്നു, മലമ്പുഴ ഉണ്ടായിരുന്നു, അച്യുതാനന്ദൻ വന്ന് മത്സരിച്ചാണ്. അച്യുതാനന്ദൻ പോലും അല്ല, ഇവിടെ KK ദിവാരൻ ജയിച്ച സ്ഥലമാണ് ഈ പാലക്കാട്. AITUC-യുടെ അല്ല, INTUC അല്ല, പിന്നെ CI2 നേതാവ്, ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ നേതാവ്. അല്ലെ, പാലക്കാട് സേഫായിട്ട് മലമ്പുഴ, പാലക്കാട് അങ്ങനെ കുറേ സീറ്റുകൾ ഇവർക്കുണ്ടാറുണ്ട്. ചിറ്റൂർ, ഇങ്ങനത്തുള്ള സീറ്റുകൾ. ഇവരുടെ പോക്കറ്റ്സ് ഒക്കെ പോയി കഴിഞ്ഞു. ആ പോക്കറ്റുകളൊക്കെ പോയി. അത് മനസ്സിലാക്കാൻ പറ്റില്ല പാലക്കാട്. അപ്പോൾ ഏതായാലും സാർ നമുക്ക് ഇങ്ങനെ പറയാം, രാഹുൽ മാങ്കൂട്ടം വീണ്ടും പാലക്കാട് മത്സരിക്കും. ഈ പറയുന്ന ബലറാം ഉൾപ്പെടെയുള്ള, ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ പാലക്കാട് കോൺഗ്രസിന് സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിക്കുക തന്നെ ചെയ്യും. ആരുണ്ട് ഇവിടെ കാണട്ടെ രാഹുലിനെ തടയാൻ. അത്രയേ ഉള്ളൂ.